ഇതിന് ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. കാരണം സ്ത്രീകളുടെ മുറിയിൽ അതിക്രമിച്ച് വന്ന് ഇത്തരത്തിലുള്ള ആഭാസ നാടകങ്ങളൊക്കെ കാണിച്ച പോലീസുകാരും അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള തിരക്കഥാകൃത്തുകളടക്കമുള്ള ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷവും നാടുണ്ടല്ലോ, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ നിയമ നടപടികളിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് മാറില്ല എന്നാണ് ഞങ്ങൾ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ ഷാനിമോൾ ഉസ്മാൻ KPM ഇരിക്കുന്ന സമയത്ത് ഞങ്ങളും അവിടെ താമസിക്കുന്ന സമയത്ത് എപ്പോൾ കടന്നു പോകുമ്പോഴും ഷാനിമോൾ ഉസ്മാൻ പറയുമായിരുന്നു, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞു. അതായത് ഓരോ നിമിഷവും ഷാനിമോൾ ഉസ്മാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വിജയത്തിന് വേണ്ടി ഗ്രൗണ്ടിൽ വളരെ സജീവമായിരുന്നു. എനിക്കൊരു 30-32 ദിവസം ഉണ്ടായിരുന്നു അല്ലേ ഷാനി അവിടെ? അതെ, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പോളിംഗ് കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ള എനിക്ക് വേറൊരു അസൈൻമെന്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി കഴിഞ്ഞിട്ടാണ് വന്നത്. അതങ്ങനെ പറയുന്നത് എന്താ പറയുക, ഞങ്ങളുടെ പോസിറ്റിവിറ്റിയാണ്.